ദക്ഷിണ റെയിൽവേയുടെ പരിധിയിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന വന്ദേഭാരത് സർവീസായി തിരുവനന്തപുരം മംഗലാപുരം വന്ദേഭാരത് എക്സ്പ്രസ് മാറി. കേരളത്തിന്റെയും കർണാടകയുടെയും യാത്രക്കാർ സെമി ഹൈസ്പീഡ് ട്രെയിൻ സർവീസുകളെ വലിയ തോതിൽ സ്വീകരിക്കുന്നതിന്റെ തെളിവാണ് ഈ നേട്ടം. 2025 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള 3 മാസത്തിനിടെ മാത്രം ഈ ട്രെയിൻ 73.35 ലക്ഷം രൂപയുടെ വരുമാനം നേടി. ഇതോടെ ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലൂടെ സർവീസ് നടത്തുന്ന എല്ലാ വന്ദേഭാരത് ട്രെയിനുകളിലും 1-ാം സ്ഥാനത്താണ് തിരുവനന്തപുരം മംഗലാപുരം സർവീസ്. തെക്കു പടിഞ്ഞാറൻ തീരദേശത്തെ പ്രധാന വ്യാപാര, വിദ്യാഭ്യാസ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ സർവീസിന് യാത്രക്കാരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. കുറഞ്ഞ യാത്രാ സമയം, ആധുനിക സൗകര്യങ്ങൾ, മികച്ച ഓൺബോർഡ് സേവനങ്ങൾ എന്നിവ ബിസിനസ് യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. വരുമാനത്തിൽ മാത്രമല്ല, ബുക്കിംഗുകളുടെ എണ്ണത്തിലും തിരുവനന്തപുരം മംഗലാപുരം വന്ദേഭാരത് മുന്നിലാണ്. റിപ്പോർട്ട് കാലയളവിൽ ഈ സർവീസിൽ 11,896 ബുക്കിംഗുകളാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ചെന്നൈ, എഗ്മോർ, നാഗർകോവിൽ വന്ദേഭാരതിന് 2,832 ബുക്കിംഗുകളും കോയമ്പത്തൂർ, ബംഗളൂരു കണ്ടോൺമെന്റ് വന്ദേഭാരതിന് 835 ബുക്കിംഗുകളും മാത്രമാണ് ലഭിച്ചത്. പ്രധാന നഗരങ്ങളെ വേഗത്തിൽ ബന്ധിപ്പിക്കുന്ന റൂട്ടും യാത്രാ സമയത്തിലെ ലാഭവും ഈ നേട്ടത്തിന് പ്രധാന കാരണങ്ങളാണെന്ന് റെയിൽവേ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ദക്ഷിണ റെയിൽവേയുടെ കീഴിലുള്ള മിക്ക വന്ദേഭാരത് സർവീസുകളിലും ഒക്യുപ്പൻസി നിരക്ക് സ്ഥിരമായി 100% മുകളിലാണ്. ഒരേ സീറ്റ് യാത്രക്കാരുടെ വിവിധ ഘട്ടങ്ങളിൽ ഒന്നിലധികം യാത്രക്കാർക്ക് അനുവദിക്കുന്ന ഡൈനാമിക് സീറ്റ് അലോക്കേഷൻ സംവിധാനമാണ് ഇതിന് പ്രധാന കാരണം. ഒരു യാത്രക്കാരൻ ഇറങ്ങുന്ന സ്റ്റേഷനിൽ നിന്ന് അതേ സീറ്റ് മറ്റൊരാൾക്ക് അനുവദിക്കുന്നതിനാൽ സീറ്റുകളുടെ ഉപയോഗക്ഷമത വർദ്ധിക്കുകയും വരുമാനം ഉയരുകയും ചെയ്യുന്നു. ആധുനിക ഇരിപ്പിടങ്ങൾ, ഓട്ടോമാറ്റിക് വാതിലുകൾ, മെച്ചപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ, മികച്ച ഭക്ഷണ സേവനം, കുറഞ്ഞ യാത്രാസമയം എന്നിവ വന്ദേഭാരത് ട്രെയിനുകളെ യാത്രക്കാരുടെ പ്രിയപ്പെട്ട തെരഞ്ഞെടുപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഈ സൗകര്യങ്ങളാണ് സർവീസുകൾക്ക് ഉയർന്ന ജനപ്രീതി നേടിക്കൊടുക്കുന്നതും. 2025-26 സാമ്പത്തിക വർഷത്തിൽ ദക്ഷിണ റെയിൽവേയുടെ വന്ദേഭാരത് ട്രെയിനുകളിലൂടെ 77.38 ലക്ഷം യാത്രക്കാരാണ് യാത്ര ചെയ്തത്. ഇതിലൂടെ 803.86 കോടി രൂപയുടെ വരുമാനമാണ് റെയിൽവേക്ക് ലഭിച്ചത്. മുൻ സാമ്പത്തിക വർഷത്തിൽ 54.12 ലക്ഷം യാത്രക്കാരിൽ നിന്ന് 540.65 കോടി രൂപയായിരുന്നു വരുമാനം. യാത്രക്കാരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന്റെ സൂചനയാണിത്. 2026 ഏപ്രിൽ, മെയ് മാസങ്ങളിൽ മാത്രം 15.21 ലക്ഷം യാത്രക്കാരാണ് ദക്ഷിണ റെയിൽവേയുടെ വന്ദേഭാരത് ട്രെയിനുകൾ ഉപയോഗിച്ചത്. ഈ 2 മാസങ്ങളിലായി 162.96 കോടി രൂപയുടെ വരുമാനവും ലഭിച്ചു. ഭൂരിഭാഗം റൂട്ടുകളിലും മുൻകൂർ ബുക്കിംഗുകളും ഉയർന്ന ഒക്യുപ്പൻസി നിരക്കുകളും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. സീറ്റുകളുടെ പരമാവധി വിനിയോഗം ഉറപ്പാക്കാൻ പുതിയ ബുക്കിംഗ് സംവിധാനവും ദക്ഷിണ റെയിൽവേ നടപ്പാക്കിയിട്ടുണ്ട്. ട്രെയിൻ പുറപ്പെടുന്നതിന് 15 മിനിറ്റ് മുമ്പ് വരെ ആരംഭ സ്റ്റേഷനുകളിലെയും ഇടയ്ക്കുള്ള സ്റ്റേഷനുകളിലെയും ഒഴിവുള്ള സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി മികച്ച വിജയം കണ്ടതിനെ തുടർന്നാണ് എല്ലാ സർവീസുകളിലേക്കും വ്യാപിപ്പിച്ചത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മംഗലാപുരം പോലുള്ള ഉയർന്ന ഡിമാൻഡുള്ള റൂട്ടുകളിൽ ഈ സംവിധാനം യാത്രക്കാരുടെയും റെയിൽവേയുടെയും ഗുണമായി മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം മംഗലാപുരം വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഈ നേട്ടം രാജ്യത്തെ സെമി ഹൈസ്പീഡ് റെയിൽവേ സർവീസുകളുടെ വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. വരുമാനത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലുമുണ്ടായ കുതിപ്പ് ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണ ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നു. വരും വർഷങ്ങളിൽ തിരക്കേറിയ നഗരങ്ങളെ കൂടുതൽ പ്രധാന ഇന്റർസിറ്റി യാത്രാമാർഗമായി വന്ദേഭാരത് ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ. വേഗത, സമയനിഷ്ഠ, യാത്രാസൗകര്യം എന്നിവയ്ക്ക് യാത്രക്കാർ നൽകുന്ന പ്രാധാന്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വന്ദേഭാരത് ട്രെയിനുകളുടെ ജനപ്രീതിയും തുടർന്നും ഉയരുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.